എൻജോയ്ക്ക് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ബാ 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 മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. സംഭവം ഇന്നലെ രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയാ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. കാരണം വെച്ചാൽ അത് അതിന്റെ ടൈമിങ് നല്ല രസമായിരുന്നു. 8:18 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ശരിക്കും ഇന്നലെ തന്നെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു തിരക്കിന്റെ സംഭവം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഇതിന്റെ അകത്ത് പക്ഷെ നമ്മളോട് കുറച്ചുപേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഇന്ന് തന്നെ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ഒരു ടീസർ എന്തോ ഇറങ്ങിയ സമയത്ത് ലാലേട്ടന്റെ അവസാനത്തെ ഒരു ചെറിയ സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തായാലും ട്രെയിലർ ആണല്ലോ, പടത്തിന് മുന്നേ വരുന്നതാണ്. അപ്പൊ എന്തായാലും ലാലേട്ടനെ കാണിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആൻഡ് ഇതിന്റെ ഹൈപ്പ് അത്രയും കയറിയ റീസൺ തന്നെ അതാണ്. കാരണം ദിലീപേട്ടൻ മാത്രമല്ല ലാലേട്ടനുണ്ട്, രണ്ടുപേരും കൂടി കോമ്പിനേഷൻ വരുമ്പോൾ അതിന്റെ കൂടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ അതുപോലെ തന്നെ ഷാൻ റഹ്മാൻ ആയിരുന്നു മ്യൂസിക് ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ ഒറിജിനൽ സ്കോർ കൊടുത്തിരിക്കുന്ന ഗോപി സുന്ദറും കൂടിയാണ്. അപ്പോൾ ഗംഭീര ഒരു സംഭവമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോഡ് വരുമ്പോൾ എന്തായാലും തിയേറ്ററിൽ ഒരു സംഭവമായിരിക്കും, ബ്ലാസ്റ്റ് ആയിരിക്കും എന്തായാലും. ആൻഡ് ബോക്സ് ഓഫീസ് തൂക്കിയടിയും ഷുവറാണ്. നമുക്ക് എന്തായാലും ബാക്കി കണ്ടു നോക്കിയിട്ട് പറയാം അല്ലേ? കാരണം ഭയങ്കര ആവേശമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടെന്നുള്ളൊരു കിട്ടുന്നില്ല ശരിക്കും. കാരണം വെച്ചാൽ ദിലീപേട്ടൻ്റെ പടം കൊണ്ട് മാത്രമല്ല, ലാലേട്ടൻ ക്യാമ്പ് വരുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര രസമായിരിക്കും. കാര്യങ്ങളും കൊച്ചുണ്ടെങ്കിൽ എക്സാമ്പിൾ ആണ്. നമുക്ക് തുടങ്ങാം. റെഡി? നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിൽ മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. സിറ്റുവേഷൻ ഭയങ്കര അല്ലേ? നമ്മൾ തലപിടിച്ചതിനു ശേഷം നമ്മളിങ്ങനെ തന്നെമത്ത കെട്ടിയപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്. ഇവരൊക്കെ എന്താ വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. നിനക്ക് വേണ്ടി ആർക്കും എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ ഷോയ്ക്ക് ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. കംബാക്ക് മൊമെന്റ് ധനഞ്ജയ് ശങ്കർ. സത്യം താൻ കടമേ ചെയ്യും. അവനും നന്നാലും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ എല്ലാരും ഉണ്ട്. കോരി തരിപ്പിച്ചിട്ടോ. പ്രത്യേകിച്ച് എന്താ അറിയോ, ഓൾറെഡി ദിലീപേട്ടന്റെ സാധനം കാണിച്ചപ്പോ തന്നെ ഗൂസ് ബംസ് കയറിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ലാലേട്ടന്റെ ആ ഒരു ഷെയ്ഡും കൂടി വന്നപ്പോഴേ ആ ഒരു നിഴൽ തന്നെ പോകുന്ന കാണിച്ചപ്പോൾ തന്നെ അവിടെ കയറി ഗൂസ് ബംസ് കയറി. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി അറിയാം ലാലേട്ടൻ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം അതിന്റെ ഫസ്റ്റ് സംഭവങ്ങളൊക്കെ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാലേട്ടൻ വരുമോ ഉണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ വോയിസ് മാത്രമാണ് ഉണ്ടാവും, അങ്ങനെ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ തന്നെ അത് ഒഫീഷ്യലായിട്ട് ആ ഒരു ഹൈപ്പ് കയറാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഓക്കെ ആളുണ്ടായിരിക്കുന്നുള്ളു. അപ്പൊ തുടങ്ങിയിട്ട് ഈ ഒരു മൂവിക്ക് എനിക്ക് തോന്നുന്നു അത്രമേലെ ഹൈപ്പ് കയറിയൊക്കെയാണ്. ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ആണെങ്കിൽ വിനീത് ശ്രീനിവാസൻ, കുറേയധികം കാസ്റ്റ് ഇല്ലേ. അതായത് ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് പ്രഖ്യാപിച്ച പോലെ തന്നെയാണ് ഞാൻ കംബാക്ക് ചെയ്യുകയാണ് എന്നുള്ളൊരു സംഭവത്തിൽ അത്രയും കോൺഫിഡൻസോടെ. പ്ലസ് ലാലേട്ടൻ, നമുക്കറിയാം ലാലേട്ടൻ ദിലീപ് കോമ്പിനേഷൻ വരുന്ന സമയത്ത് എപ്പോഴും അവരൊരു ബ്രദേഴ്സ് പോലെയാണ് നമുക്ക് എപ്പോഴും തോന്നാറ്. അത് അവരെപ്പോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടാറുള്ളത്. അപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ലാലേട്ടനും കൂടി വന്നിട്ട് അവിടെ ആഘോഷിക്കുകയാണ്. ആക്ച്വലി ഒരു സപ്പോർട്ട് പോലെ ഞാനും റെഡിയാണ് എന്നുള്ള രീതിയിൽ ലൈക്ക് ഓക്കെ എന്താ പറയുക ഒരു സെലിബ്രേഷൻ ആണ് സംഭവം കണ്ടത്. ട്രെയിലറിൽ കാണുമ്പോൾ കറക്റ്റ് ഒരു തിയേറ്റർ സെലിബ്രേഷനുള്ള സാധനങ്ങൾ എലമെന്റ്സ് ഉണ്ട് നല്ല അല്ലേ. ആ ഒരു ട്രെയിലറിൽ തന്നെ എല്ലാ എലമെന്റ്സും കിട്ടി. ഈ എലമെന്റ്സ് ഒക്കെ തിയേറ്ററിൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാലല്ലേ തിയേറ്ററിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു മൂവി ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 2020 എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് ഇല്ലേ.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു മറ്റേ ട്രെയിലർ വന്ന സമയത്ത് മിസ്സിംഗ് ആയ ഫാക്ടർ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇല്ലേ? കാരണം പ്രത്യേകിച്ച് ആ ഒരു ഷെയ്ഡ് കാണിച്ചതും പിന്നെ ലാലേട്ടൻ വന്നിട്ട് ഒന്ന് ഡയലോഗ് പിന്നെ ഗില്ലി റെഫറൻസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത അവസാനം അതായത് ഇത്രയും മതിയില്ലേ എന്നുള്ളൊരു സംഭവം. ആ ഒരു ഒഫീഷ്യൽ ട്രെയിലർ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഒരു ഡബിൾ എഫക്റ്റ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതായത് പടം നമുക്ക് പോയി കാണാൻ അല്ലെങ്കിൽ അഗെയിൻ ആ ഒരു എന്റർടൈൻമെന്റ് മോഡ് ബാക്ക് ആണ് എന്നുള്ള ഒരു പ്രഖ്യാപനം പോലെയുണ്ട് സംഭവം. എനിക്ക് സംഭവം എന്താ പറയല്ലേ, ഒന്നാമത് ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. ഞാൻ എപ്പോഴും 1-2 വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു നല്ല എലമെന്റ്സ് കാണിക്കില്ലേ, പ്രത്യേകിച്ച് എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ധനഞ്ജയ് ശങ്കർ എനിക്ക് തോന്നുന്നു പുതിയ ആളാന്ന് തോന്നുന്നു, പക്ഷേ ആള് ആ ഒരു ട്രെയിലറിൽ തന്നെ ആ ഒരു എഫക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ തിയേറ്ററിൽ എന്തായാലും ക്യാമിയോ റോൾ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ട്രെയിലർ എൻഡ് തീരാനാകുമ്പോഴാണ് ലാലേട്ടനെ കാണിക്കുന്നത്. പക്ഷേ ആ എൻഡിൽ കാണിച്ചിട്ടാണെങ്കിൽ ഏകദേശം ഒരു ഹോൾ ട്രെയിലറിൻ്റെ അകത്ത് ലാലേട്ടനുള്ള ഫീൽ കിട്ടി ഇല്ലേ? ശരിക്കും അവര് ബ്രദേഴ്സിന്റെ ഒരു കഥ പറഞ്ഞു പോകുന്ന സാധനം കിട്ടി. അവസാനം ഏകദേശം എന്താ പറയാ ഒരു നമ്മൾ പറയില്ലേ മൊത്തത്തിൽ. പക്ഷെ കഥകളൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷെ എവിടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റെഫറൻസ് ഉണ്ടാവും. അതായത് ഒരുപാട് റെഫറൻസ് അസോസിയേറ്റ്സ് ഒക്കെ ഒറിജിനൽ എന്നൊക്കെ അതിനകത്ത് എന്താ പറയാ നമ്മൾക്ക് കുറെ മറന്ന കാര്യങ്ങളും അറ്റ് ദ സെയിം ടൈം കുറെ അധികം സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങളും എന്തായാലും ഈ ഒരു മൂവിയിൽ പറയാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മൂവി. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്ത വീഡിയോയിൽ കാണാം.